നമ്മളെല്ലാവരും എപ്പോഴും കുറ്റം പറയും നമ്മുടെ നാടിനെ, പ്രത്യേകിച്ച് നമ്മളെ കേരളത്തെ. പക്ഷേ കേരളത്തിൻ്റെ വില അറിയണമെങ്കിൽ നമ്മൾ പുറത്തുള്ള സംസ്ഥാനങ്ങളിലൂടെ യാത്ര ചെയ്യണം, അല്ലെങ്കിൽ പുറത്തുള്ള രാജ്യങ്ങളിലൂടെ യാത്ര ചെയ്യണം. നമ്മളൊക്കെ ഇപ്പോൾ വയനാട്ടിലാണ് ജീവിക്കുന്നതെങ്കിൽ വയനാടിൻ്റെ എല്ലാ ഉള്ള ഏരിയയിൽ പോലും റോഡ്, വൈദ്യുതി, സ്കൂള്, ഹോസ്പിറ്റൽ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ മറ്റുള്ള ഇടങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ടൗണിൽ കുറച്ച് ഡെവലപ്പ് ഉണ്ടാവും, പക്ഷെ ഉള്ള ഏരിയയിലൊന്നും യാതൊരുവിധ വികസനവും എത്തിയിട്ടുണ്ടാവില്ല. പക്ഷേ നമുക്ക് ഡെവലപ്പ് ആകാനുള്ള പരിമിതികളുമുണ്ട്. നമുക്ക് വേണ്ടത്ര ലാൻഡില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ലാൻഡും കൂടി നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെ പിടിച്ചാൽ കിട്ടില്ല. ഇപ്പോൾ കർണാടകയിലൊക്കെ റോഡ് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. അവർക്ക് ഇഷ്ടംമാതിരി ലാൻഡ് ഉണ്ട്, ഇപ്പോൾ നിരന്ന ഭൂമിയാണ്. നമ്മൾ ഇവിടെ അങ്ങനെയല്ല. നമുക്ക് മഴ 6 മാസം മഴ അല്ലെങ്കിൽ വെയിൽ ഇങ്ങനെ വരുന്ന സമയത്ത് കാലാവസ്ഥ വ്യത്യാസമാണ്. അപ്പോൾ നമ്മളെ റോഡുകൾ പൊളിയും, നാശമാവും. നമ്മൾ നല്ല ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് തിരിച്ചറിയുന്നില്ല. നമ്മൾ ഇവിടെ നിന്നിട്ട് കുറ്റം പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. വികസനം എന്ന് പറയുന്നത് എല്ലാവരും വികസിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഒരു ടൗൺ വികസിച്ചിട്ട് അവിടുത്തെ കുറച്ച് ആളുകൾ മാത്രം ഡെവലപ്പ് അല്ല നമ്മളെ കേരളത്തിൽ. നേരെ മറിച്ചിട്ട് മറ്റുള്ളിടത്തൊന്നും അതല്ല കാര്യം. അവിടെ എപ്പോഴും ജീവിക്കാൻ കഷ്ടപ്പെടുന്ന ആളുകൾ, കൃത്യമായ റോഡ് സംവിധാനങ്ങളില്ലാത്ത സ്ഥലങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം നമ്മളെല്ലാം നോക്കിയിട്ട് കേരളം മോശമാണ്, നമ്മളെ നാട് മോശമാണെന്ന് പറയുമ്പോൾ ചുറ്റുള്ളതും കൂടി നമ്മൾ നോക്കണം.